ഹായ് ഓൾ, ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആക്രാന്തത്തിന് പോയ ആൾക്കാരുടെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞ ലെവലുകളും എൻട്രികളും എല്ലാം വെരി ക്ലിയർ ആയിരുന്നു. എത്ര പേർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു സർജ് കിട്ടി ഇല്ലേ. ഒരു 5 മിനിറ്റിൻ്റെ നല്ലൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു? നേരെ വീണ്ടും താഴെ വന്ന് നമ്മളുടെ 971 വീണ്ടും ടെസ്റ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇന്ന് എക്സ്പയറി ഡേ ആണ്, മന്ത്ലി എക്സ്പയറി ആണ്, ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും മാർക്കറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ടൈംലി മാനറിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വീണ്ടും എൻട്രി എടുക്കുക, പെറുക്കിയെടുക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറുക്കിയെടുക്കേണ്ട ദിവസമായിരുന്നു ഇവിടെ. ഇന്ന് നമ്മൾ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും മാർക്കറ്റ് എവിടെയാണോ ആരംഭിച്ചത്, മാർക്കറ്റ് എവിടെയാണോ തുടങ്ങിയത്, അവിടെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. കൃത്യമായി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പോട്ടെ, ഈ എൻട്രി ഒന്നും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ വേണ്ട പോട്ടെ. ഇവിടെ എത്തിയപ്പോൾ, ഈ ഏരിയയിലെത്തിയപ്പം ഞാൻ ക്ലിയർ ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇത് ക്ലിയർ ആയിട്ടൊരു 23,960 ഒരു നല്ല സപ്പോർട്ട് ഏരിയയാണ്, ഒരു ക്രൂഷ്യൽ ഏരിയയാണ് ഇത് എന്ന് പറഞ്ഞ് കൃത്യമായി അവിടെ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു ഗെയിൻ നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാന്യമായ രീതിയിൽ കിട്ടിയാൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര പേര് ബുക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. കൃത്യമായിട്ട് നമുക്ക് 24,000 സപ്പോർട്ടായിട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്തു അല്ലേ. വന്നു, തിരിച്ചു പോയി, ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഓപ്പണിംഗ് റേഞ്ചിലെത്തി, അവിടുന്ന് വീണ്ടും തിരിച്ചു പോയി. നോക്കിക്കേ, പെറുക്കാനാണെന്നുണ്ടെങ്കിൽ ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എത്ര പേര് യൂട്ടിലൈസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ സാവകാശം ഉണ്ടായിരുന്നു. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇന്ന് നമ്മുടെ മുന്നിൽ വേറെ കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കം റേറ്റ് കട്ട് നിശ്ചയിക്കുന്ന ദിവസമാണ്. ഇന്നും നാളെയാണ് മീറ്റിംഗ്. FOMC അമേരിക്കയിലെ ഫെഡ് റിസർവ്. അപ്പം നാളെ കെവിൻ വാഷ് എന്താണ് പറയുന്നത്? നാളെ ഓൾമോസ്റ്റ് റേറ്റ് കൂട്ടത്തൊന്നുമില്ല, കുറയ്ക്കുകയൊന്നും ചെയ്യത്തില്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 70% ആൾക്കാരും പറയുന്നത് സ്റ്റാറ്റസ് കോ, അതായത് അങ്ങനെ തന്നെ നിലനിർത്തും എന്നാണ് ഭൂരിപക്ഷം ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്. ഈ റേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രസ് മീറ്റിൽ അദ്ദേഹം എന്താണ് എക്കണോമിയെ പറ്റി, പുള്ളിയുടെ ആശങ്കകളാണോ ശുഭാപ്തി വിശ്വാസമാണോ എന്നുള്ള കമൻറ്റ്, അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ട്രംപ് ഒരു ഡയലോഗ് പറഞ്ഞു, എല്ലാം ഒരു ഡീലിന് ഇറാൻ സമ്മതിച്ചു എന്ന് പുള്ളിയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല മറ്റൊരു സമ്മതിച്ചു എന്നുള്ളത്. അവർ സമ്മതിച്ചു, ഒഫീഷ്യലായിട്ട് പേപ്പറിൽ എഴുതിയാൽ മാത്രം മതി. വാഗോണ്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, ഞങ്ങൾ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകത്തില്ല എന്നൊക്കെ അവർ സമ്മതിച്ചു. ബട്ട് പേപ്പറിൽ എഴുതി കിട്ടണം എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ നമുക്കെതിരെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ, ചൈന, റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നവർക്ക് 100%, 500 നേരത്തെ, പിന്നെ അത് 100% ആക്കി 100% താരിഫ് അടിക്കാനുള്ള ഒരു ബില്ല് അവരുടെ സെനറ്റിൽ പാസ്സായില്ല. നാളെ അവരുടെ ബില്ല് ആ സെനറ്റിൽ വരും എന്നാണ് ഇങ്ങനെ കേൾക്കുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് അത് 100% താരിഫിന് സെനറ്റ് അപ്രൂവൽ കൊടുത്താൽ, സെനറ്റ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പണിയായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലൊരു ഫോളിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ ഒരു വാർത്ത ചുറ്റിപ്പറ്റിയായിരിക്കും മാർക്കറ്റിൻ്റെ ഗതികൾ. അപ്പോൾ അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. നാളെ രാവിലെയാണെന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരാനുള്ള സാധ്യത. നിങ്ങൾ ജസ്റ്റ് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 100% താരിഫായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ വരുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സൗദി ഹൂതികൾ കയറി അടിച്ച് സൗദിയുടെ ഒരു പ്ലാന്റ് നശിപ്പിച്ചു. അങ്ങനെ ഏകദേശം എത്രയോ ബില്യൺ, ഞാൻ കറക്റ്റ് നോക്കട്ടെ, അത് ജസ്റ്റ് ഒന്ന് നോക്കണം, ഒരു മിനിറ്റ്. അവരുടെ ഒരു ജസാൻ റിഫൈനറിയിൽ ഹൂതികൾ കയറി അടിച്ച് ഒരു ദിവസം ഏകദേശം
4 ലക്ഷം ബാരൽ ക്രൂഡാണ് ആ റിഫൈനറിയിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പക്ഷേ ഈ വെച്ചാലും ഇത് ക്രൂഡിനെ ഒന്നും വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല. ക്രൂഡ് എന്ന് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. എങ്കിലും ഭാവിയിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് പ്രതികരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഹൂതികളും സൗദികളും തമ്മിൽ മുട്ടനടി നടക്കുകയാണ്. നല്ല രീതിയിൽ സൗദിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ അല്ലെ ക്രൂഡ് ഓയിലിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. എന്തായാലും ഫർദർ ന്യൂസുകൾ നിങ്ങൾ വാച്ച് ചെയ്യാനുള്ള ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴും ഓൺഗോയിങ് പോകുന്ന പല കാര്യങ്ങൾക്കകത്തിൽ ഇപ്പം നമ്മുടെ ഇപ്പം ഈ ക്രോച്ച് പാർട്ടി, പിന്നെ ഇനി അടുത്തത് പിന്നെ അമിത്ഷായ്ക്കെതിരെ വരുന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്സിനകത്തിൽ ചെറിയ ഒരു അൺസർട്ടനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിനകത്തിൽ സംശയമാണ്. വീണ്ടും അതുപോലൊരു പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചാൽ, ഇപ്പം മറ്റേ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, ക്രോച്ച് സംഭവം കഴിഞ്ഞു. ഇനി അടുത്തത് വരാൻ പോകുന്നത് E20 പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഓരോരോ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഒരു വളരുന്ന എക്കണോമിക്ക് നല്ലതല്ല. ഓക്കെ, അത് മാർക്കറ്റ് സാഗൂത അതിനെ വീക്ഷിക്കും. മാർക്കറ്റ് സാഗൂത വീക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മടുപ്പ് ഉളവാക്കുന്ന സംഗതിയാണ് ഇങ്ങനെ അടിക്കടി ഒരു രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സ്റ്റേബിൾ എക്കണോമി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഭരിക്കുമ്പം ഇതിനകത്ത് ഇടയ്ക്കിടെ ഇങ്ങനെ ആ പ്രക്ഷോഭം കൊണ്ട് മന്ത്രിമാർ രാജിവെക്കുന്നതൊക്കെ ആ എക്കണോമിക്ക് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടി, ആ ഗവൺമെൻറ്റിന് വളരെ ക്ഷീണമാണ്. അപ്പോൾ വീണ്ടും അങ്ങനൊരു സംഭവവികാസം ഉണ്ടായാൽ അത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ കൺസിഡർ ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുക. നിങ്ങൾക്കിത് നിസ്സാരമായിട്ടൊന്ന് തോന്നാം, പക്ഷേ മാർക്കറ്റ് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അത് മാർക്കറ്റ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ന്യൂസ് കോഷ്യസ് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ധന്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ധന്യയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധന്യനെ നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ബ്രോക്കറിന് തരുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓണാക്കി വെക്കുക. കാരണം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ന്യൂസുകൾ അപ്പോൾ തന്നെ, എനിക്കത് അപ്സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ എം സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട്, ധന്യ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല ബ്രോക്കേഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴും ന്യൂസ് അവെയർ ആയിരിക്കുക. ഓക്കെ, എപ്പോഴും ന്യൂസുകളിൽ നിങ്ങൾ പരതി നടക്കുക. അല്ലെങ്കിൽ കാരണം നിങ്ങളിത് സീരിയസ് ആയിട്ട് ആണ് മാർക്കറ്റിനെ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ട്രേഡിങ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകിൽ കുറച്ച് കഷ്ടപ്പെടുകയോടെ വേണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് ന്യൂസുകൾ. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താണ് മാർക്കറ്റ്? നാളെ ഒരു ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ മീറ്റപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ആ കാര്യങ്ങൾക്കൊരു സമവായം ഉണ്ടാകും. ഡേറ്റ് നാളെയോ മറ്റന്നാളോ ഞാൻ ഡിക്ലെയർ ചെയ്യാം. എന്തായാലും ഒരു മാസം സമയമുണ്ട്. ഓണത്തിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ആയിരിക്കും നമ്മൾ ഇത് പ്ലാൻ ചെയ്ത്. ഓണത്തിന് ശേഷം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓണത്തിന് മുന്നേ ഒരു 2-3 ദിവസം. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾ ഓണത്തിന് വരും, ആ സമയത്ത് വെക്കാവൂ എന്ന് പറഞ്ഞത്. ഒരു 100-300 പേരെങ്കിലും സാറേ ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, 100-300 പേരെങ്കിലും ഞങ്ങൾ മീറ്റപ്പിൽ പങ്കെടുക്കും എന്ന് നമ്മുടെ ഗ്രൂപ്പിലൊരു പോൾ ഇട്ടപ്പോഴും അതിനകത്തിൽ 100 പേര് കൺഫേംഡും 200 പേരോളം 50-50 ചാൻസും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഏകദേശം 100-300 പേരാണ് ഇത് പങ്കെടുക്കും എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ ആരാണ്? മലയാളികളാണ്. ഓക്കെ, അപ്പം വടി വെക്കുന്നിടത്ത് വടി വെക്കുന്നിടത്ത് കുട വെക്കുന്ന സ്വഭാവം ആർക്കില്ല? മലയാളികൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ 300 പേരെ കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും ഇത്രയും പേര് വരുമല്ലോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 100 പേരെയാണ്. 100 പേര് തന്നെ വന്നാൽ ഭാഗ്യം എന്ന് തന്നെ പറയാം. എന്തായാലും കണ്ടറിയാം നമുക്ക് എത്ര പേര് വരും എന്നുള്ള കാര്യം. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും പല സർപ്രൈസുകളും ഈ മീറ്റപ്പിനകത്ത് നിങ്ങൾക്ക് കാണും. പല സർപ്രൈസുകളും കാണും. പിന്നെ നമുക്കൊരു ഓണസദ്യ കാണും. പിന്നെ പല കാര്യങ്ങളും നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ളൊരു വേദിയായിട്ട് നമുക്കതിനെ കാണാം. എന്തായാലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർ നിങ്ങളത് മുടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ ട്രേഡിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതിന് വലിയ എൻട്രി ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ കോസ്റ്റ് മാത്രമേ നമ്മൾ അതിനകത്തിൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ മറ്റു കാര്യങ്ങളൊന്നും അതിന് എത്രയാണ് കോസ്റ്റ് ആകുന്നത് ആ കോസ്റ്റ് മാത്രമേ നമ്മൾ അതിൻ്റെ ഫീസ്
പീസായിട്ട് വെക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ഇനി ബിഹേവ് ചെയ്യാൻ പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പം നാളെ മാർക്കറ്റ് നമുക്ക് 24,000 ഇന്നും 23,985 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 24 കൺസിഡർ ചെയ്യാം. നാളെയും മാർക്കറ്റ് 24,000 നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 24,40 ഇന്നലത്തെ ആ ഒരു ഹൈ, ഇന്നത്തെ ആ ഹൈ 24,40, 24,80 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എവിടെ 24,000 നിലനിർത്തി കഴിഞ്ഞാൽ ഇല്ല, ഇത് ഫെയിലാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,960 പൊട്ടിയാൽ നമ്മൾ 23,890, 23,800 ഒക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതെല്ലാം ബേസ്ഡ് ഓൺ ന്യൂസ് ആയിരിക്കും. ഇന്ന് രാത്രിയിൽ ഉണ്ടാകുന്ന ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഒരു പോസിറ്റീവ് നോട്ടിലാണ്. ഇന്ന് ഗ്യാപ്പ് അപ്പിലാണ്. ഇപ്പം ഡൗ ജോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡൗ ജോൺസ് ഇനി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഈ ഡൗ ജോൺസ് മുകളിൽ പോയെന്നും പറഞ്ഞ് നാളെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അതുപോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്, നമുക്ക് മറ്റേ താരിഫിൻ്റെ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. സെനറ്റിന് അതിലെ താരിഫിൻ്റെ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ അത് ബാധിക്കും. അതുകൊണ്ട് US പോകുന്നത് കൊണ്ട് നമ്മൾ പോകണമെന്ന് യാതൊരു നിർബന്ധവും നാളത്തെ കേസിനകത്തിൽ ഇല്ല. ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ 24,000 നമ്മുടെ തലവര. 24,000 മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,040, 24,080 ഒക്കെ നമുക്ക് നാളെ കാണാം. ഇല്ല, 24,000 നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 23,966 നമുക്ക് കട്ട സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പിന്നെ നമുക്ക് 916, 200 നമുക്ക് നമ്മൾ നാളെ കാണേണ്ടി വരും. ഓക്കെ, എന്തായാലും വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. നാളെ ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് രാവിലെ തന്നെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ധാരാളം കാണും. ഓക്കെ, പലരും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും പൊസിഷൻസ്, പുതിയ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നവർ കാണും. അതിപ്പം CE ആണോ, സെൽ സൈഡാണ് ഞാൻ പറയുന്നത്, CE ആണോ PE ആണോ നമുക്കറിയത്തില്ല. അപ്പോൾ ആ പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഒന്ന് സെറ്റിലാകാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങളൊന്ന് സാവകാശം കൊടുക്കുക, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു ഡയറക്ഷൻ കിട്ടും, മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാനുള്ള സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് മാത്രം അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മൾ ട്രേഡുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ലെവൽ 56,759 സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. എങ്ങോട്ട് പോകുന്നു, ഇത് തലവരയായിട്ട് തന്നെ നിൽക്കാം. മുകളിലോട്ടെങ്കിൽ മുകളിലോട്ട്, താഴോട്ടെങ്കിൽ താഴോട്ട്. ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനകത്തിൽ ഇന്ന് നമ്മുടെ കോഫോർജ് 10% മുകളിൽ കോഫോർജ് പോയി. അന്ന് കോഫോർജാണ് ഇന്ന് പിടിച്ച് നിർത്തിയത്. കാരണം BSE ഒക്കെ ഇന്ന് പൊട്ടി. ഞാൻ BSEയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് ഞാൻ എടുത്ത് കാണിക്കാം. BSEയുടെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയെന്ന് അറിയത്തില്ല, വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ഇല്ലേ. ഈ പോയ സാധനം ഇതുപോലെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എത്ര പേർക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല. ഈ പോയ എന്താണ് ഇതിന് പറയുന്നത്, കൊടിമരം ഇല്ലേ, ഈ കൊടിമരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 570 നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതും പൊട്ടി നേരെ താഴോട്ട് നിൽക്കുകയാണ്. ഇനി അടുത്തതുള്ളത് 3,233 ഇതിൻ്റെ അടുത്ത ഒരു ലെവലെന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ തിരിച്ച് കയറി പോവോ അതോ തിരിച്ചിവിടെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ NSEയുടെ പിന്നെ IPO വരുന്നത് കൊണ്ടാണ് ഇതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെ ഉണ്ടാകുന്നത്. എനിവേ എന്തായാലും കാത്തിരിക്കുക. ഓക്കെ, അപ്പം BSE ആണെന്ന് നമ്മളെ മിഡ് ക്യാപ്പിനെ മുകളോട്ട് വിടാതെ തടഞ്ഞു നിർത്തിയത് BSE ആണ്. അതിന് പിന്നെ ഓപ്പോസിറ്റായിട്ട് കോഫോർജ് നിന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ എങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് സംഭവവികാസങ്ങൾ. അപ്പം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സാവകാശം. ഓക്കെ, എന്ന് നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, മാർക്കറ്റ് നാളെ തന്നെ ഉണ്ട്, നമ്മളിവിടെ തന്നെ ഉണ്ട്, കാശും പോക്കറ്റുണ്ട്, എപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. അതുകൊണ്ട് കുറച്ച് സമാധാനപ്പെട്ട് ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ ഒന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം എവിടെയാണ് സപ്പോർട്ട് അല്ലെ എവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത് നോക്കി മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നാളെ ഒരു ട്രേഡിന് ഇറങ്ങി തിരിക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.